എല്ലാവർക്കും നമസ്കാരം. ജൂൺ 2-ന് വ്യാഴം രാശി മാറുമ്പോൾ കുറേ അധികം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ 5 രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് നമ്മൾ കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവർക്ക് സമയം ഇപ്പോൾ കുറച്ച് മോശമാണ്. കാരണം വ്യാഴം നിങ്ങൾക്ക് 6-ാം ഭാവത്തിൽ വരുന്ന സമയമാണ്. 6-ാം ഭാവം എന്ന് പറയുന്നത് തന്നെ രണരോഗ ശത്രുസ്ഥാനമാണ്, ഉപജയസ്ഥാനമാണ്. അതുകൊണ്ട് വ്യാഴത്തിൽ നിന്ന് തന്നെ 100% എടുത്താൽ 50% ദോഷവും 50% ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയുമായിരിക്കും. അതായത് പകുതിയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളുടെ പകുതിയായിട്ട് ഇത് വീതിക്കപ്പെടും. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരാനുള്ളത് വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് കൊടുത്താൽ നമുക്കത് നിറവേറ്റാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ ആർക്കും വാക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ചെയ്തു തരാൻ റെഡിയാണ് എന്നുള്ള ഉറപ്പോ ഒന്നും കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നൊരു സമയം കൂടിയാണ്. ഇപ്പോൾ പല കാര്യങ്ങളും ഭാര്യയ്ക്കൊരു വാക്ക് കൊടുക്കുകയാണ്, എവിടേക്കെങ്കിലും ഒരു ട്രിപ്പ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകാം എന്നൊക്കെ. കൊടുക്കുന്ന വാക്കുകൾ പാലിക്കാൻ പറ്റാതെ വരുമ്പോൾ കുടുംബത്തിൽ പലതരം പ്രശ്നങ്ങളൊക്കെ വന്നു ചേരും. സംസാരത്തിൽ മിതത്വം പാലിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ദാമ്പത്യ കുടുംബജീവിതത്തെ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും കൊണ്ടെത്തിക്കും. കയ്യിലെ പണം വളരെ ശ്രദ്ധയോടുകൂടി ചിലവാക്കി മുന്നോട്ട് പോവുക. ഒരുപാട് ചിലവുകൾ വന്നു ചേരും. അത് അനാവശ്യ ചിലവുകളായിട്ടായിരിക്കും വരിക. ഭൂമി വാങ്ങുക, വിൽക്കുക എന്നിങ്ങനെ ഭൂമിയെ സംബന്ധിച്ച് ഇറങ്ങിത്തിരിച്ചാൽ, ഗൃഹനിർമ്മാണം പോലുള്ള മേഖലകളിലൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരും. ഭൂമി വാങ്ങാനൊക്കെ ഇറങ്ങിത്തിരിച്ചാലും അതിനുവേണ്ടി ശ്രമിച്ചാലും അതിൻ്റേതായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരും. ജാതകപ്രകാരം നല്ല ദശാകാലമാണെങ്കിലും ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നല്ല ദശാകാലമാണ്, ഇപ്പോൾ ശുക്രൻ്റെ അപഹാരമാണ്, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ഗ്രഹങ്ങൾ, ശുഭഗ്രഹങ്ങൾ നമുക്ക് ശക്തിയോടുകൂടി നിൽക്കുകയാണ്, നല്ല ദശാകാലമാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ബാധിക്കുകയില്ല എന്ന് കൂടി മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് മാത്രം ഉറപ്പുവരുത്തുക. വ്യാഴം 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. കുംഭം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സാവധാനം പോവുക. പ്രത്യേകിച്ച് ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുന്ന കുംഭം രാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനാവശ്യമായി സ്പീഡ് എടുക്കുക, റാഷ് ഡ്രൈവ് നടത്തുക, പരിചയമില്ലാത്ത ആളുകൾക്ക് ലിഫ്റ്റ് കൊടുക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതെല്ലാം നമുക്ക് പാരയായിട്ട് വരും പിന്നീട്. അനാവശ്യമായ ശത്രുക്കൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകും. ഇന്നലെ വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരൊക്കെ ചെറിയ വാക്കുതർക്കത്തിൻ്റെ പേരിൽ മനോഭാവമൊക്കെ മാറി ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുകയൊക്കെ ചെയ്യും. അവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് വരും. അത് അനുഭവത്തിൽ വന്നു ചേരുമ്പോൾ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ വരും. ആ സമയത്ത് പ്രതികരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുക. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഒരു കാൽക്കുലേഷനിലൂടെ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. കേസ്, കോടതി വ്യവഹാരങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണം ചിലവായി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതിനു വേണ്ടിയിട്ട് ധാരാളമായി പണം ചിലവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൊതുവെ വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് അത്രമേൽ ഗുണഫലങ്ങളൊന്നും ലഭിക്കില്ലാത്തൊരു സമയമാണ്. 50% ഗുണം ലഭിക്കുമെങ്കിൽ 50% ദോഷവും കാണുന്നൊരു സമയമാണ്. പല കാര്യങ്ങളിലും എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. എത്ര സ്വന്തം ബന്ധങ്ങളായാലും സുഹൃത്തുക്കളായാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ മുന്നിട്ടിറങ്ങുന്ന ആൾക്കാരാണ് ഈ പറയുന്ന കുംഭം രാശിക്കാർ. ഈ സമയത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിയാൽ അത് നിങ്ങളെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരും. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് മാറും. അതുപോലെ നിങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും നിങ്ങൾക്ക് ഉപദ്രവമായിട്ട് മാറും. ആ സമയത്ത് ഞാൻ എന്തിനാണ്
ഇവർക്കൊക്കെ വേണ്ടി ഇതൊക്കെ ചെയ്തത് എന്ന ചിന്ത കൂടുതലായിട്ട് നമുക്കുണ്ടാവും. അതുകൊണ്ട് അവനവൻ്റെ കാര്യം, അവനവൻ്റെ കുടുംബമൊക്കെ നോക്കി മുന്നോട്ട് പോവുക. അവനവൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്തമമെന്ന് പറയാനുള്ളത്. ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് 6-ാം ഭാവമായ രണരോഗ ശത്രുസ്ഥാനമാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ, കരുതൽ ഒക്കെ വേണം. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം നല്ല ദശാകാലമാണെങ്കിലും നിങ്ങൾക്ക് പകുതിയിൽ കൂടുതൽ തടസ്സങ്ങളും ജോലി സംബന്ധമായ പ്രശ്നങ്ങളും പല കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അത് നടക്കാതെയൊക്കെ വരും. ഭൂമി, ഗൃഹം മുതലായ കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങാതെ നിങ്ങളുടെ ജനന ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം ഇതിലേക്കൊക്കെ ഇറങ്ങാൻ. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ജനന ജാതകങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല ദശാകാലമാണോ, നമുക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ വേറെയുണ്ടോ, ആ ഒരു ദശാകാലത്തിൽ ഇപ്പോൾ ശുക്രദശാകാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം നേരത്തെ അറിയാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കേണ്ടത് ഗ്രഹങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും അനുകൂലമാകുന്ന ഗ്രഹങ്ങൾക്ക് ശക്തിയുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇതെല്ലാം നോക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എല്ലാം നല്ലതായിട്ട് നടക്കും. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 50% ദോഷം എന്ന് പറയുന്നത് 100%ത്തിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ എല്ലാ കാര്യങ്ങളും നോക്കി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ വിഘ്നേശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് നാരങ്ങമാല, കറുകമാലയൊക്കെ നൽകി നാളികേരം ഉടയ്ക്കാം. അതേപോലെ തന്നെ അന്തിമഹാകാള ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്കാവുന്ന വഴിപാടുകൾ ചെയ്യുക. അതുപോലെ വേട്ടയ്ക്കൊരു ശിവക്ഷേത്രത്തിൽ പോയിട്ട് ധാര, മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ്റെ അടുക്കൽ പോയിട്ട് തുളസിമാല, തൃക്കൈവെണ്ണയൊക്കെ സമർപ്പിക്കുക. ഒരു പാൽപ്പായസമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നിങ്ങളുടെ എല്ലാ നന്മകൾക്കും വേദിക് സീക്രട്സിൻ്റെ പ്രാർത്ഥന കൂടി ഉണ്ടാകും. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.